ഉലമാക്കൾ നല്ലവർ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലവർ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ. 4 സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന 4 സംഭവം. അതിൻ്റെ കാരണങ്ങൾ എന്താ? ഈ ഒരു ഹദീസ് മാത്രം മതി, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി ഇതിൻ്റെ 2ാം ഭാഗം എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. അല്ല കവറിലെ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല നാളെ മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുവല്ല സംഭവം. ഒരൊറ്റ ഹദീസ് കേട്ടോളി. ഉസ്താദന്മാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട, വിട്ടേരുന്ന്. ഈ പണിക്കൊന്നും നമ്മൾ പോട്ടെ, നമ്മൾ എന്തിനെ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം. ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് മൊത്തം എല്ലാം 2 ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാവരും അടിയോടടി. ഒന്നും പറയാനേ വയ്യ. എല്ലാം അടിച്ച് വള്ളിക്കകത്ത് കിടന്ന് അടിയൽ എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? ഇതാ കേട്ടോ ഒരു ഹദീസ് കേട്ടോ. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. പള്ളിക്കുള്ളിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. പിന്നെ ഈ ലൈവിൽ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. ഓർത്തുള്ളി, വേറെ ആരുമല്ല. ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ, നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന ഒരൊറ്റ നിലയിലാണ്. അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ, ഉലമാക്കൾ, ആലിമീങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കൻ, അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കൻ. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊക്കെ നബിയുടെ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാതെ പോയി, അതാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അബ്ഗളൽ മുസ്ലിമൂന ഉലമാഅഹും വഅൽഹറൂ മവാഖീത അസ്വാഖിഹിം وتناكحوا على جمع الدراهم وأظهروا عمارة أسواقهم وتناكحوا على جمع الدراهم رماهم الله بأربع خصال أو كما قال رسول الله. എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച് അർത്ഥം പറയാൻ പോവാണ്. ഉറങ്ങുന്നവരെ തട്ടിക്കോ, ആരും ഉറങ്ങുന്നില്ല, എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ഉറക്കം വന്ന മുങ്ങിയാനെല്ലാവരും എഴുന്നേറ്റ് പോയെന്നെ. ഇല്ല, ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം. ഇദാ ബഗളൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താൽ, കണ്ടോ, മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താൽ, മറ്റുള്ളവരല്ല. നല്ലപോലെ മനസ്സിലാക്കണം. മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാല ഇടുന്നത്? ആണോ? ഇല്ലേ? അല്ലേ? മുസ്ലിങ്ങളല്ലേ ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാല ഇടുന്ന ആരാ? മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട, കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ സാധു, അവർ പാവം. അവർ തന്നെ ചോദിക്കുക, എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത്, എന്തിനാണെന്ന് അവർ തന്നെ ചോദിക്കാൻ. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത്, ഞാൻ വെറുതെ പറയല്ലോ. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മുസ്തദറക്ക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്, മനസ്സിലാക്കിക്കോ, വെറുതെ പറഞ്ഞ വാക്കല്ല ഇത്. ഇദാ ബഗളൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ, അവരോട് പ്രകോപനം കാട്ടിയാൽ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, ഉസ്താദന്മാരോട് ദേഷ്യം പറയുക, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ. അത് എന്തിന് പരസ്യപ്പെടുത്തണം? എനിക്കതാണ് ചോദ്യം. അള്ളാഹ് പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന്. നീ അള്ളാഹെക്കാളും വലിയ ആളാവാ നിൽക്കുക. നിന്നെയും അള്ളാഹ് ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അള്ളാഹു തആല എടുക്കുള്ളൂ. മനസ്സിലാക്കണം നമ്മൾ. ആയിക്കോട്ടെ, തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് ചെയ്തു, അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ, അതല്ലേ വേണ്ടു. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പരസ്യമാക്കണോ? അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട്, മീഡിയകളിൽ വിട്ട്, ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം. എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു, എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ന്യൂനതകൾ എത്രയിടത്ത് അറിയാത്തവർ പോലും അറിഞ്ഞില്ലേ? നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ ഉടനെ അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ മറ്റുള്ളവനെ കൊടുക്കില്ലേ? ഇല്ല. മുസ്ലിം ഉമ്മത്ത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് പാടില്ല. അതാരെയും തേജോവധം ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെ
മനുഷ്യനെയും നമ്മൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ആരാ ഹബീബെ ഇവിടെ മാന്യൻ, ആരാ ഇവിടെ നല്ലവൻ? ഓരോരുത്തരുടെ വ്യക്തിപരമായ ന്യൂനതകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര വലിയ തെറ്റുകളാണ്. അതല്ല റഹമുർ-റഹീമായ തമ്പുരാൻ മറച്ചു വെക്കുമ്പോൾ നമ്മൾ ഒരു രഹസ്യം ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി നാണം കെടുത്താൻ എനിക്കെന്ത് അവകാശം ഈ ഭൂലോകത്ത്? എനിക്കെന്ത് അവകാശം? നമ്മളെ നാണം കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്, ഒരു വ്യക്തികൾക്കുമില്ല. ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ്, തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിനു മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അള്ളാഹു അവനെ വലിച്ചിഴച്ച് നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. എന്തിനാ നാണം കെടാൻ പോകണം? എന്തിനു പോകണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഹദീസൊക്കെ അല്ല, ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലിടാൻ പോണത്? ആരെയും ഖലാസ് ഔലിയ ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ, വലിയ ആവണമെങ്കിൽ അതേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ള അമല് മൊത്തം പോകും. ഇദാ ബഗലൽ മുസ്ലിമൂന ഉലമാഅഹും, മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ചാൽ, അവരോട് ദേഷ്യം ഉണ്ടായാൽ, അവരെ വെറുപ്പിച്ചാൽ, വഅൽഹറൂ ഇമാറത അസ്വാഖിഹിം, ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ, പള്ളികളിൽ പോയാലും മദ്രസയിൽ പോയാലും വഅദിന് വന്നാലും ഏത് മജ്‌ലിസിൽ പോയാലും, അളിയ എന്നത് കച്ചവടം പോയ അളിയ നീ അറിഞ്ഞില്ലേ മറ്റേ അവിടെ പോയത്, അവൾ ഒളിച്ചോടിയത്, അവൻ കൊണ്ടുപോയത്, ബൈക്കിൽ ഞാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ്, അവിടെ മൊത്തം പ്രശ്നമാണ്. ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ, പള്ളിയിലും മൊത്തം ഇത് തന്നെയല്ലേ പരിപാടി ഹബീബേ? പള്ളിയിൽ ഹൗസിന്റെ കരയിൽ ഓതൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ചർച്ചകൾ മൊത്തം അല്ലേ? അവന്റെ ആരാന്റെ കാര്യം, ഏലാന്റെ കാര്യം, സുബൈക്ക് വരുന്നത് റസാക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് ഇട്ട്, ഞാൻ സുബൈ നിസ്കരിച്ചിട്ട് പറയാം, അതിന് മുമ്പ് പറഞ്ഞ ശരിയാവത്തില്ല അളിയ. അതെന്താടാ? അല്ല, സുബൈ നിസ്കരിച്ചിട്ട് പറഞ്ഞാൽ ആ സുബൈയും കൂടെ ഇവന് കിട്ടുള്ളൂ. അതുകൊണ്ട് ആള് നല്ല കാര്യമാണ് പറഞ്ഞത്. സുബൈ നിസ്കരിച്ചെങ്കിലല്ലേ അതുകൂടെ കിട്ടുള്ളൂ. പറയണ്ടേ? രാവിലെ വരുന്നതാണ്, ചോർട്ടടിച്ചോട്ട് വരുന്നത്, വലിയ പോലെ വാ ഒരു വീഡിയോ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. കട്ടൻ മേടിച്ച് അവൻ്റെ കടം വാങ്ങിയിട്ട് ഇന്നലെ 3 മണിക്ക് അവിടെ നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക. അടുത്ത കട്ടോളി ഇതൊക്കെ മുസ്ലിങ്ങളുടെ സ്വഭാവമാണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സമ്പത്തിന് വേണ്ടി നിക്കാഹ് ചെയ്യപ്പെടുമ്പോൾ, കല്യാണവും വിവാഹമാമാങ്കവും സമ്പത്തിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹ് എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ, റമാഹുമുല്ലാഹു ബിഅർബഇ ഖിസാൽ, 4 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമത്രേ. 3 കാര്യം എന്തൊക്കെയാ? 1, ഉലമാക്കളെ ചീത്ത അപമാനിക്കുക. 2, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്കുക. 3, ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടത്താണ്. കല്യാണം, ഫുലൂസ്. എന്താ കല്യാണം? മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം എന്താ? ഈ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് 15 കിലോ സ്വർണം. ചുമ്മാ 15 കിലോ പച്ചരി വാങ്ങുന്ന പോലെ 15 കിലോ സ്വർണം. വേറെ അടുത്ത് 200 കിലോ സ്വർണം. ഓ അല്ലേ, ചെരുപ്പും ബ്രൈസറും എല്ലാം സ്വർണത്തിന്റെ. എല്ലാം സ്വർണത്തിന്റെ. അല്ല അവൻ്റെ വേറെ എന്തായാലും പറയുക, ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം. ഇനി അവൻ്റെ കയ്യിൽ ഒരു പ്ലെയറും കൊടുക്കണം ഇതൊക്കെ ഊരിയെടുക്കണമെങ്കിലേ. ഇതൊക്കെ പിന്നെ അല്ലാതെ കണ്ട് വേറെന്താ പറയാനല്ലാതെ ആ സംഭവം. ഇതൊക്കെ അങ്ങനെയാണ്. കാലങ്ങളൊക്കെ പോയ പോക്കെ. അതുവരെ കാണിക്കല്ല അബീവേ, അതുവരെ കാണിക്കല്ല. ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമാക്കി പിന്നെ വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ. ഇങ്ങനെ വെച്ചോ എന്നാ വെച്ചിട്ട് വജ്രം തിളങ്ങാണ്, ഇങ്ങനെ തിളങ്ങാണ് സംഭവം. എന്താ ഇത് സംഭവം? മുസ്ലിങ്ങളുടെ കല്യാണമല്ലേ ഈ കൂടുതലും ഈ ആഡംബരം? 100 കോടി 200 കോടി. എന്താ ഇപ്പൊ കോടിക്ക്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരുത്തൻ അനാവശ്യമായി പണം, വീടിലാകട്ടെ കല്യാണത്തിനാകട്ടെ അനാവശ്യമായി ഒരു പണം ചെലവാക്കിയാൽ അവൻ്റെ പണം ഹറാമിൻ്റെ പണമാണ്. ആരാ പറഞ്ഞത്? മഹാനായ
ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ വിശ്വസിക്കുമല്ലോ, മഹാനവറുകൾ പറഞ്ഞ വാക്കാണത്. ആഡംബര കല്യാണത്തിന് വേണ്ടി, ആഡംബര വീടുകൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരിച്ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്. ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല, കളിക്കുകയില്ല. ഇല്ല ഇല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തന്നെ പറഞ്ഞ വാക്കാണിത്. ഈ കളി അത് തന്നെയാണ്. എല്ലാണ്ണവും വെള്ളത്തിൽ മുങ്ങി, മലയിടിഞ്ഞു വീണ്, വീടില്ല, തിന്നാന് ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ആനയിലും ഒട്ടകത്തിലും കുതിര സവാരിയും ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ക നടത്തുകയാണ്. ഇവന്റെ ഹബീബല്ല ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പരിശുദ്ധ ഖുർആനെ ഹദീസിനെ ഈ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? പിന്നെ എങ്ങനെ ഹബീബെ മോഡി അധികാരത്തിൽ വരാത്തത്, അമിത്ഷാ അധികാരത്തിൽ വരാത്തത്? എങ്ങനെയാണ് ഹബീബെ ഇവര് നമ്മളെ പേടിപ്പിക്കാത്ത? NRC എന്നും പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ്. ഓടേണ്ടി വരും മക്കളെ, ഓടേണ്ടി വരും. അന്ന് നീ കുൽഹു അല്ലാഹ് ഓത്, നിന്റെ കുൽഹു അല്ലാഹ്ക്ക് ഒരു സ്ഥാനം കാണൂല. ഫാത്തിഹ ഓതാൻ വരും ഓടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. നീ ഹത്ത ഓതിയാലും നിന്നെ ഇവിടെ നിർത്തൂലല്ലോ, നോക്കിക്കോ. ഹത്ത ഓതിയാലും നിർത്തൂല. ചിന്തിക്കണം നമ്മൾ, മനസ്സിലാക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം നമ്മളെ ഇങ്ങനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്? അവരെ ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, പറ്റൂല. ഇത് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാനീ പറയുന്നത്. നമ്മളൊന്നും അവരെ ഭരണകൂടത്തെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല. അത് അവരുടെ ശൈലി അങ്ങനെയാണ്, നമ്മളൊന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ചിന്തിക്ക്, സ്വന്തമായിട്ട് ഒരു സ്കാൻ ചെയ്. 4 കാരണങ്ങൾ, ഈ 3 കാര്യം സംഭവിച്ചാൽ 4 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നബിഗിന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. വിവാഹ മാമാങ്കം ഏറ്റവും കൂടുതൽ ആരാ? മുസ്ലിങ്ങളല്ലേ? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഞാൻ കാസർഗോഡ് പോയും പ്രസംഗിക്കുന്നതിനെതിരെ. എന്തായാലും പ്രസംഗിച്ചിട്ട് എന്ത് ഇഷ്ടം അറിയാം. അമ്മ അടുത്ത് വേറെ ഒരു ഒന്നുമില്ല. അപ്പം നമ്മൾ വേണമെങ്കിൽ വണ്ടി അവിടെ ഇട്ട് ആ പൂത്തിരി എല്ലാം പൊട്ടിക്കുന്നതും കണ്ടിട്ട് വേണമെങ്കിൽ പോകാം. ഉസ്താദ് വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോ. ഉസ്താദ് നല്ല മാങ്ങുള്ള മാമാങ്ക ഉസ്താദ്, നിങ്ങൾ കുറച്ച് നല്ല നോക്കി ഉസ്താദ്, അല്ല ജോറിലുണ്ട് ഉസ്താദ്, നോക്കി ഉസ്താദ് എന്ന് പറയും. കണ്ടിട്ട് വരണേ, നോക്കിക്കോളാൻ പറയുന്നത്. ഇന്ന് കണ്ടിട്ട് കല്യാണം മാമാങ്ക കാസർഗോട്ടുകാർക്ക് കാണുന്നുണ്ടാ, എന്നെ ഇനി അവിടെ കയറ്റുമോ എന്തോ. കുഴപ്പമില്ല, അവർക്ക് നമ്മളോട് വലിയ മുഹബത്ത്. അതൊക്കെ പറഞ്ഞു അവരുടെ നാട്ടിൽ പോയി ഞാൻ പറയുമല്ലോ ഇത് സംഭവം. അതല്ലേ ഈ ലൈവ് ഉള്ളതുകൊണ്ടൊന്നും പറയാനും പറ്റൂല സംഭവം. മനസ്സിലായി? ശരിയല്ല, അങ്ങനെയല്ലേ പറയാ? പാവപ്പെട്ടവരാ, ഭയങ്കര സ്നേഹമുള്ളവർ, ഉലമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര മഹബത്തുള്ളവരാണ്. പക്ഷേ ഈ കല്യാണം കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഇതൊക്കെ അത് വന്നിപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിൽ, തെക്കൻ കേരളത്തിലും ആയിപ്പോയി. വലിയ രസമോ? തെക്കൻ കേരളത്തിൽ അടുത്ത സമയത്ത് നടന്ന കല്യാണം 15 കിലോ സ്വർണ്ണം. ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോൾ ഇതൊക്കെ? 15 കിലോ സ്വർണ്ണം. ഈ പെണ്ണ് എവിടെ കൊണ്ട് തൂക്കിയിടും സംഭവം എല്ലാം കൂടെ? എന്താ ഇത്? പോയി 30,000 രൂപ വില ഒരു പവൻ സ്വർണത്തിന് 30,000 രൂപ വിലയാണ്. ഈ 30,000 രൂപ വില, അള്ളാഹു ഇത് എവിടെ, എങ്ങനെ ഇത് സംഭവിക്കും, എങ്ങനെ കിട്ടും? ചിന്തിക്കാനേ കഴിയുന്നില്ല. അല്ലാഹ് പഠിച്ചവനെ, 4 കാര്യങ്ങളുണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ. ചില ആൾക്കാർ പറയും ഞങ്ങൾ സ്ത്രീ തന്നെ ഒന്നും ചോദിക്കില്ല ഉസ്താദേ, ഞങ്ങൾ സ്ത്രീ, നമുക്ക് ആ പരിപാടിയില്ല. വലിയ ദീനിൻ്റെ ആളുകാർ, വലിയ ആചാര്യ മക്കളൊക്കെ ആയിരിക്കും, വലിയ ആചാര്യ മക്കൾ ദീനൊന്നും ചോദിക്കും. നമ്മൾ ശരിക്കും ഉണ്ടാവും. അതൊക്കെ ആചാര്യ മക്കൾ, അത് മാതൃകയാണ്. കണ്ടില്ലേ? അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ മൊത്തം ഒരു മൂട് മോളേ ഉള്ളു, 90 കോടിയുടെ ആസ്തിയുണ്ട്. അവിടെ പോയിട്ട് പേശേണ്ട കാര്യമുണ്ടോ ആചാര്യ? പേശേണ്ട കാര്യമുണ്ടോ? ആവശ്യമുണ്ടോ? കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീനയുടെ പേർക്കാണുള്ളത്. ഞാൻ ചോദിച്ചിട്ടില്ല. അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ. അവരുടെ മോക്ക് ആ കായലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്നത്? ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനു ചോദിക്കണോ? നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത്, പിന്നെ എന്തിനു ചോദിക്കണോ? അതാണ് ഇപ്പോൾ പുതിയ ബുഡായിപ്പ സിസ്റ്റം. എല്ലാം ദീൻ പറയാൻ ഉഷാറാണ്, പറയാനല്ലേ ഉഷാറാണ്. ഞാൻ പല ആജിയാക്കവരെ വിളിച്ച്, എന്താ അബീബ നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യാനാ ഉസ്താദെ, എനിക്കൊരു നിയന്ത്രണമില്ല ഉസ്താദെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഉസ്താദെ. പിന്നെ എന്നാത്തിനാ അവനെ ഉണ്ടാക്കാൻ പോയത്? ഞാൻ ചോദിച്ചു മതിയല്ല. അത് കാണമില്ല, ഇവനെ ഉണ്ടാക്കിയിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം. ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്ന നാൾ അള്ളാന്റെ മുന്നിൽ സമാനം പറയാൻ ചുമ്മാ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നിൽ നമ്മൾ സമാനം പറയണ്ടേ? 4 കാരണങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമത്രേ. 1 ബിൽ ഖഹ്തി മിനസ്സമാൻ, സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമത്രേ.
ഉണ്ടോ? സാമ്പത്തികം മതിയാണോ? ഹദീസാ. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് കേട്ടോ. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, മനസ്സിലാക്കണം. നല്ലപോലെ ചിന്തിക്കും സുഹൃത്തുക്കളെ. അധികാരികളുടെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടാകുമത്രേ. സുൽത്താൻ ആരാ? അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും. നമുക്ക് സമാധാനവും സ്വൈര്യവും ഒന്നും കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടല്ലേ. അല്ലാഹു റസൂൽ പറഞ്ഞ ഇത് കാരണക്കാരൻ മുസൽമാൻ നീ തന്നെയാണ്. മൂന്നാമത് വൽ ഖിയാനത്തി മിൻ ഉലാത്തിൽ അഹ്കാം, ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ശരിയാണോ? ആ പാവം പിടിച്ച മദനിയിട്ട് ഇടങ്ങറാക്കുന്ന രംഗം. ആ ചങ്ങാതി എന്ത് ത്യാഗം, എന്ത് തെറ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക ഹബീബേ. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം, അതുപോലുമില്ല. 4 മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം, വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം. കണ്ട് വർഷം 10 10 വർഷം തമിഴ്നാട്ടിലും 10 വർഷം കോയമ്പത്തൂരിലും. പാവം എന്തായി അവസ്ഥ. ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്തുനിന്ന് പ്രസംഗിച്ച വ്യക്തിയല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഹബീബേ. നമ്മൾ ആരുടെ ഏത് നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും, ഹൈക്കോടതി എടുത്ത് പോകും, സുപ്രീം കോടതി. എവിടുന്ന് സമാധാനം കിട്ടാൻ? നീതിമാന്മാരായ ജഡ്ജിമാർ നമുക്ക് അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല. വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വൽ ഖിയാനത്തി മിൻ ഉലാത്തിൽ അഹ്കാം. 4ാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വസ്സൗലത്തി മിനൽ അദു, അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടുറോഡിലിട്ട് തല്ലിച്ചതയ്ക്കുമത്രേ, ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല. ശരിയാണോ? ഈ 4 കാര്യം ഞാൻ പറഞ്ഞു, ശരിയോ തെറ്റോ? ഇന്ന് നടക്കുന്ന സംഭവമാണോ? ശരിയോ തെറ്റോ ഹബീബേ പറ. അല്ലാഹു റസൂൽ പറഞ്ഞ മുസ്തദറക് ഹാക്കിം അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. കാരണം 3 ഉസ്താദന്മാർ ഉലമാക്കളോടുള്ള വിരോധം. ഉലമാക്കൾ ശരി തന്നെ. ഞാനിപ്പോൾ പറഞ്ഞ സാധാരണക്കാരൊന്നും മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ഈ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു, ഈ ഗ്രൂപ്പിലുള്ള ഉലമാക്കളെ ആ ഗ്രൂപ്പുകാർ ചീത്ത വിളിക്കുന്നു, ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു, അപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കളെ ഇപ്പുറത്തെ ദഅവത്തിലെ ഉലമാക്കൾ ചീത്ത വിളിക്കുന്നു. ചീത്തവിളി ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയലില്ല. അവൻ്റെ കൂടെ കൂടരുത്, അവൻ പഴച്ചവൻ കാവർ കള്ള ഹമുക്ക് ഹിമാർ അവൻ്റെ കൂടെ കൂടിയ നീയും പഴിച്ച്. ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ച് കൂട്ടിക്ക് വന്നിരുന്ന് വലിയ ക്ലിപ്പ് വിട്ടിട്ട് അവന് മൂത്രമൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഴിപ്പിക്കുകയാണ്. ഇതിന് ഉലമാക്കൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. ഇവിടെ പലിശ, കഞ്ചാവ്, കൊച്ചുകുട്ടികളുടെ കഞ്ചാവിന് അടിമയാണ്. കൊച്ചുകുട്ടികളുടെ ഏതെങ്കിലും ഒരു മുസ്ലിയാക്കന്മാർ, ഏതെങ്കിലും ഒരു സംഘടനകൾ ഈ കഞ്ചാവിനെതിരെ, ഈ മദ്യത്തിനെതിരെ, കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക്. വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തിക്കൊല. ഈ അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ്. ഇതിനകത്ത് പറയാം, ഇതിരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ, ഒരു ഡോക്ടർ എന്നോട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ, നഊദുബില്ല, എനിക്കത് കേൾക്കാൻ തന്നെ, എനിക്കത് പറയാൻ തന്നെ പറ്റൂല. അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ ബീവേ? അത്രയ്ക്കും ക്രൂരത നടക്കുന്നു. സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു. ഉസ്താദന്മാർ ചോദിക്കുന്നു എന്താ പരിഹാരം? ഞങ്ങളെ കൊന്നുകളയും അയാൾ. വാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളയും. എന്താണ് പരിഹാരം? എന്ത് ചെയ്യാൻ? തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പല പ്രാവശ്യവും. എന്ത് ചെയ്യാൻ? നമ്മൾ ചിന്തിക്കണം. ഇതിനെതിരെ ഒരു പ്രചോദനം. ഈ ഉമ്മത്ത് പിഴച്ചു പോകുന്നു, ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നു. ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാന്റെ റസൂല് വന്നത്, ഉലമാക്കൾ വന്നത്. അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ പിൻഗാമികളായി, അനന്തരാവകാശികളായി ഈ ഉലമാക്കൾ രംഗത്തേക്ക് വന്നിട്ട് ഈ പിഴച്ചു പോകുന്ന സമൂഹത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ, ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത്, ഇവന് സലാം പറയരുത്, അവനെ അംഗീകരിക്കരുത്, ഇവനെ അംഗീകരിക്കരുത്, അവന്റെ കൂടെ കൂടരുത്, ഇവന്റെ കൂടെ കൂടരുത്. മുസ്ലിം ഉമ്മത്ത് തലക്കെട്ടും കെട്ടി ദാടിയും വെച്ച് ജുബ്ബയിട്ടിട്ട് പരസ്പരം പള്ളിയിലും മർക്കസിലും കിടന്ന് അടിയും വഴക്കും ഉണ്ടാക്കി കുത്തിന് പിടിച്ചിട്ട് തെറിയും വിളിച്ചിട്ട് ഇവരൊക്കെ അള്ളാന്റെ റസൂലിന്റെ ഹദീദിനെ ധിക്കരിച്ചിട്ട് അള്ളാഹ് ചോദിക്കുക സഹായം അല്ല തരാൻ പോന്ന, മറ്റേതെടുത്ത് തരാൻ പോണ അള്ളാഹു തആല. അതെല്ലാം നടക്കുന്ന സംഭവം.
മർക്കസിലടി, മസ്ജിദിലടി, മദ്രസയിലടി. എന്താ ഇത്? ഇത്ര നാളും പറഞ്ഞുകൊണ്ട് നടന്ന എന്താ? ദീനിന്റെ കാര്യം, ദഅവത്തിന്റെ കാര്യം, അമലിന്റെ കാര്യം, സാലിഹായ അമലിന്റെ കാര്യം. അതൊക്കെ ഇപ്പൊ ഫാസിദാക്കല്ലേ? നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ആരുടെ വാക്കാ നമ്മൾ കേൾക്കുക? ഏത് ആലിമിനെ പിൻപറ്റുക? ഏത് സമൂഹത്തെ ഈ ഉമ്മത്ത് പിൻപറ്റുക? എന്റെ പൊന്നു മക്കളെ, ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങിപ്പോകാൻ പോകുന്നത്. സാധുക്കളായ നമ്മൾ ആരെ പിൻപറ്റും? നിങ്ങൾ പറയും. എവിടെ സഹായം കിട്ടും? നിങ്ങൾ പറയും. അബിവേ, വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ മേൽ ഈ അക്രമികളായ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി. അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ഇത് സംഭവിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. സമയം ഇത്രയായി. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിൻ്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട. ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട. നമ്മളെല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി നമുക്ക് ആ ഒരു ജീവിതം, അതാണ് നബിതങ്ങൾ കാണിച്ചത്. ഒരു ജൂതൻ്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മളൊരു ഹിന്ദുവിനെ ബഹുമാനിക്കണം, ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം, നമ്മുടെ അയൽപക്കത്തുള്ളവരെ ബഹുമാനിക്കണം. അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്ത നിലനിർത്തി സന്തോഷത്തോടുകൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ടജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകണ്ട, ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട, ആരെയും പരിഹസിക്കാനും പോകണ്ട, ആക്ഷേപിക്കാനും പോകണ്ട. അങ്ങനെ ആക്ഷേപിക്കുന്ന മജ്ലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത്. അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജ്ലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത്. അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കണം. കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹു നമ്മളെ ഐക്യത്തിലെത്തിക്കട്ടെ, സാഹോദര്യത്തിലെത്തിക്കട്ടെ, സന്തോഷത്തിലെത്തിക്കട്ടെ. അതുകൊണ്ട് ഖബറിലെ കൂട്ടുകാരിലെ ഒരെണ്ണാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഇൽമ്, ആ ഇൽമ് പഠിപ്പിച്ചു കൊടുത്താൽ, അത് വ്യാപിപ്പിച്ചാൽ, അത് തബ്ലീഗ് ചെയ്താൽ, അത് ദഅവത്ത് ചെയ്താൽ, അത് പ്രബോധനം ചെയ്താൽ അത് അവർക്ക് ഖബറിലേക്ക് എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة إنك على كل شيء قدير. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. لا إله إلا أنت سبحانك إني كنت من الظالمين. يا علي يا عظيم يا حكيم يا حليم يا ذا الجلال والإكرام بحق ذاتك القديم. اللهم اغفر لجميع المسلمين. اللهم اغفر لجميع المسلمين الذين شهدوا لك بالوحدانية ولنبيك بالرسالة وماتوا على ذلك يا رب العالمين. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم يا ذا الجلال والإكرام. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أذل الشرك والمشركين. اللهم أيد الإسلام والمسلمين وأهلك الكفرة والظالمين وأهلك الكفرة والظالمين. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم أنت الغني ونحن الفقراء وأنت القوي ونحن الضعفاء. اللهم إنا ندعوك دعاء المساكين. اللهم تقبل منا دعوتنا. اللهم تقبل منا دعوتنا. اللهم لا تردنا أيدينا خائبين بكثرة ذنوبنا يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് പടച്ചവനെ, കഴിവില്ലാത്തവരാണ് പടച്ചവനെ, ബലഹീനരാണ് പടച്ചവനെ. അല്ലാഹുവേ, പാപികളാണ് പടച്ചവനെ. ഞങ്ങൾ ഈ പാതിരാ സമയത്ത് നിന്നെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ സദസ്സിൽ വെച്ച് നിന്റെ ദർബാറിലേക്ക് ഈ സാധുക്കളായ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്നു. നീ വെറും കൈയോടെ തട്ടിക്കളയല്ലേ പടച്ചവൻ. അല്ലാഹു, നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു, നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹു, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ റബ്ബേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണല്ലോ റബ്ബേ. അല്ലാഹു, നീ ഞങ്ങൾക്ക് ചെയ്ത ഔദാര്യങ്ങളെ കുറിച്ച് ഞങ്ങളിവിടെ ചർച്ച ചെയ്തു പടച്ചവനെ. നീ ഏറ്റവും വലിയ അജ്വദുൽ അജ്വാദാണല്ലോ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാട്ടണേ റബ്ബേ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് നീ കരുണ കാട്ടണേ റബ്ബേ. പീഡിത മക്കളോട് നീ കരുണ കാട്ടണേ റബ്ബേ.
മർദ്ദിത ജനകോടികളോട് കരുണ കാട്ടണേ റബ്ബേ. അല്ലാഹുവേ, ജയിലുകളിൽ കഴിയുന്ന സഹോദരങ്ങളോട് കരുണ കാട്ടണേ നാഥ. വിശിഷ്യ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനോട് അല്ലാഹുവേ നിന്റെ ഔദാര്യം നീ നീട്ടണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പരീക്ഷണത്തിന് വിധേയനായി വർഷങ്ങളായി അല്ലാഹുവേ, ഒരു ആലിമ് പോലും അനുഭവിക്കാത്ത ത്യാഗം അതിനപ്പുറത്തും അദ്ദേഹം അനുഭവിച്ചു. പടച്ചവനെ അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് മോചനത്തിന്റെ വാതിൽ തുറക്കണേ അല്ലാഹു. നീയാണ് നീതിമാൻ പടച്ചവനെ. നിന്റെ കോടതിയിലെ ഇനി വിധിയുള്ളൂ പടച്ചവനെ. യാ അല്ലാഹ്, ഈ പാതിരാ സമയത്ത് ഞങ്ങളുടെ ഈ തേട്ടത്തിന്റെ സദഖയുടെ പേരിൽ അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, കാശ്മീരിലെ പ്രശ്നം നീ പരിഹരിക്കണേ സഹായിക്കണേ അല്ലാഹുവേ, ഞങ്ങൾ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ അല്ലാഹുവേ, അക്രമികളെ കൊണ്ട് നീ ഞങ്ങളെ അടിച്ചമർത്തല്ലേ പടച്ചവനെ. ഞങ്ങൾക്കതിന് കഴിവില്ല പടച്ചവനെ, ഞങ്ങൾക്ക് ആരുമില്ല പടച്ചവനെ, നീ അല്ലാതെ ഒരു സഹായില്ല പടച്ചവനെ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾ ആരുടെയും വിരോധികളല്ല പടച്ചവനെ, ഞങ്ങൾ തീവ്രവാദികളല്ല പടച്ചവനെ, ഞങ്ങൾ ഭീകരവാദികളല്ല പടച്ചവനെ. ഈ നാട്ടിൽ ജനിച്ചവരാണ് പടച്ചവനെ. പക്ഷേ ഞങ്ങൾ ചെയ്തത് വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസുൽ ഹമീദ്. നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു. നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചു. അത് മാത്രമാണ് പടച്ചവനെ ഞങ്ങളുടെ ഭാഗത്തുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണല്ലോ പടച്ചവനെ. ഞങ്ങൾ അയൽപക്കക്കാരെ സ്നേഹിക്കുന്നവരാണ് പടച്ചവനെ. ഞങ്ങളെ ആരെയും ശത്രുതാ മനോഭാവത്തോടെ കാണുന്നില്ല പടച്ചവനെ. ക്രമികളെ കൊണ്ട് ഞങ്ങളെ നീ ആക്ഷേപിക്കല്ലേ അല്ലാഹ്, അടിച്ചമർത്തല്ലേ അല്ലാഹ്. സഹായിക്കണേ അല്ലാഹുവേ. ഇസ്സത്ത് തരണേ പടച്ചവനെ, ഇഫ്ഫത്ത് തരണേ പടച്ചവൻ. ഞങ്ങൾക്കിടയിലുള്ള ഗ്രൂപ്പുകൾ നീ അവസാനിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കിടയിലുള്ള തമ്മിലടി നീ അവസാനിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് തന്നെ അത് കാണാൻ കഴിയുന്നില്ല പടച്ചവനെ. ഉലമാക്കൾ തമ്മിലടി, ഉമറാക്കൾ തമ്മിലടി, ദാഇകൾ തമ്മിലടി പടച്ചവനെ. ഇത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ആരെ ഉപദേശിക്കും ഇവരെല്ലാം ദീൻ പറഞ്ഞവരാണല്ലോ പടച്ചവനെ. ഇവരെല്ലാം ഖുർആൻ ഓതിയിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവേ. ഇവരെല്ലാം ഹദീസ് ഓതിയിട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത് പടച്ചവനെ. പിന്നെ എവിടെ പിഴച്ചുപോയി നീ നന്നാക്കണേ നീ നന്നാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കാരണങ്ങളാൽ, തെറ്റുകളുടെ കാരണങ്ങളാൽ, ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്ത തെറ്റുകളുടെ കാരണങ്ങളാൽ അല്ലാഹുവേ, അദാബ് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചവനെ. പ്രകൃതിക്ഷോഭം കൊണ്ട് പരീക്ഷിക്കല്ലേ പടച്ചവനെ. ക്ഷാമം കൊണ്ട് പരീക്ഷിക്കല്ലേ പടച്ചവനെ. അഹങ്കാരികളെ കൊണ്ട് പരീക്ഷിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റഹ്മത്തിന്റെ വാതിൽ നീ തുറന്നതാ ഞങ്ങളെ നീ സഹായിക്കണേ സാധുക്കളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ഈ ഒരു ദൗത്യം നീ പൂർത്തീകരിച്ചതാ പടച്ചവനെ. അതൊരു പൂർത്തീകരണത്തിൽ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അത്യസന്ന നിലയിൽ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ മാതാക്കൾ, അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്ത് നസീബാക്കണേ അല്ലാഹ്. മരണമാണ് ഖൈറെങ്കിൽ അവരെ വേദനിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ അല്ലാഹുവേ, അവരെ എത്രയും വേഗം നിന്റെ ദർബാറിലേക്ക്, റഹ്മത്തിലേക്ക് നിക്ഷേപിക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളെ മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ യാ അല്ലാഹ്. ക്യാൻസർ വ്യാപിക്കുകയാണ് പടച്ചവരെ. കൊച്ചുകുട്ടികൾ പോലും ക്യാൻസർ അല്ലാഹുവേ. ചെറുപ്പക്കാരികളിൽ ക്യാൻസർ പടച്ചവനെ. അല്ലാഹുവേ, നീ കാക്കണേ ഷാഫിയായ വാഫിയായ മുആഫിയ. കുഞ്ഞുമക്കളുള്ള തള്ളമാർക്ക് ക്യാൻസർ അവരെ ആര് സംരക്ഷിക്കും പടച്ചവനെ? റബ്ബേ, ആ രോഗത്തിൽ നിന്ന് ഞങ്ങൾ കാവൽ തേടുന്നു നാഥാ. നിങ്ങളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുദാബ് വൽ ജുനൂനി വമിൻ സയ്യിൽ അസ്ഖാബ്. ജനങ്ങൾ വെറുക്കുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, വന്യവയോധികനായി, വൃദ്ധരായി, മക്കൾക്കൊരു ഭാരമാകുന്ന അവസ്ഥയിലേക്ക്, അർദലുൽ ഉമറിലേക്ക് കൊണ്ടെത്തിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, അങ്ങനെയുള്ള മാതാപിതാക്കൾ ഏതെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, റഹ്മത്തിലേക്ക്, നിന്റെ റഹ്മത്തിലേക്ക് അവരെ നീ വിളിക്കണേ പടച്ചവനെ. സ്വർഗത്തിലേക്ക് നീ അവരെ വിളിക്കണേ പടച്ചവനെ. മക്കളെ കൊണ്ട് ആ മാതാപിതാക്കളുടെ പേരിൽ ഒരു മോശമായ ഒരു വാക്ക് പറയിക്കേണ്ട ഒരു അവസ്ഥ നീ വരുത്തരുതേ നാഥാ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളെ, മരുമക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ, അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ വന്യവയോധികരായ മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവേ, നീ അവരെ റഹ്മത്ത് കൊണ്ട് നീ പൊതിയണേ പടച്ചവനെ. കാരുണ്യം കൊണ്ട് നീ പൊതിയണേ പടച്ചവനെ. അല്ലാഹുവേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹുവെ നീ അവരുടെ കരുണ ചൊരിയണേ പടച്ചവനെ. അള്ളാഹുവെ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ നാഥ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ, ഞങ്ങളുടെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കളടക്കമുള്ളവർ, അള്ളാഹുവെ അവരുടെ ബർസഖിയായ ജീവിതത്തിൽ ഈ നസീഹത്തും ഈ ദുആയും ഈ സദഖകളും ഒരു കൂട്ടുകാരനാക്കി നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അവരുടെ ആ ബർസഖിയായ ജീവിതം ഏതവസ്ഥയിലാണെന്ന് നീ അല്ലാതെ മറ്റാരും അറിയുന്നില്ല പടച്ചവനെ. യാ അല്ലാ, നീ അവർക്ക് വിശാലത നൽകണേ അല്ലാ, ആ ഖബറിൽ ശാന്തി നൽകണേ അല്ലാ, സമാധാനം നീ നൽകണേ പടച്ച റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുന്ന അല്ലാഹുവേ എത്രയോ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ മാതാക്കളിൽ, അവരുടെ പിതാക്കളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലാഹു നീ അവർക്ക് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. യാ അല്ലാ, പ്രവാസികളായ സഹോദരങ്ങൾ, വിശിഷ്യ ഈ സംഘടനയ്ക്ക് വേണ്ടി പാടുപെട്ട് കഷ്ടപ്പെട്ട് പടച്ചവനെ സാദിക്കളുടെ കണ്ണുനീരൊപ്പുന്ന പാവപ്പെട്ട യുവാക്കളടക്കമുള്ളവർ, അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണേ നാഥാ. അർശിന്റെ തണൽ നീ കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങി കുടിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ വളരെ ദൂരത്തു നിന്ന് ഇത്രയും സമയം പടച്ചവനെ വളരെ നേരത്തെ വന്ന് ഈ പാതിരയോടടുത്ത സമയം വരെ അല്ലാഹുവേ ഈ നിറഞ്ഞ സദസ്സിലിരുന്ന് നിന്റെ ദീൻ കേൾക്കാൻ വേണ്ടി കൊതിച്ചു വന്ന ഈ സാധുക്കളായ ഞങ്ങളെ, ഈ സഹോദരിമാർ, ഈ സഹോദരങ്ങൾ, ഈ വയസ്സായവർ, കുഞ്ഞുമക്കളടക്കമുള്ളവർ, അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. വെറും കൈയോടെ മടക്കി വിടല്ലേ അല്ലാ. പാവങ്ങളെല്ലാം മാപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ മടക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹു. മോശം മരണം നൽകല്ലേ പടച്ചവനെ. ഹുസ്നുൽ ഖാത്തിമ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിക്കുകയും അല്ലാഹുവേ നല്ല മരണം, നല്ല മരണമെന്ന് 100 പേര് പറയുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. പാപം ചെയ്യുമ്പോൾ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകാരാണ് പടച്ചവൻ. ഞങ്ങളുടെ പാപങ്ങളെ നീ പരസ്യപ്പെടുത്തല്ലേ അല്ലാ, പരസ്യപ്പെടുത്തല്ലേ അല്ലാ, പരസ്യപ്പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ ദുആ സ്വീകരിക്കണേ അല്ലാ. ഈ നസീഹത്ത് ഗുണം ചെയ്യുന്ന ഒരു നസീഹത്താക്കണേ അല്ലാ. വിശിഷ്യ എനിക്ക് ഈ വിനീതന ദുആ, ഈ വിനീതന നസീഹത്ത് ഗുണം ചെയ്യുന്ന ഒരു നസീഹത്താക്കി മാറ്റണേ പടച്ചവനെ. ആരെല്ലാം ഇത് ഇത്രയും സമയം ഇരുന്ന് കാണുന്നുണ്ടോ അവർക്കെല്ലാം ഇത് നഫഉള്ള നസീഹത്താക്കണേ അല്ലാഹുവേ. പടച്ചവനെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാഹുവേ. ഇനിയും ദീർഘകാലം ഇഖ്ലാസോടുകൂടി നിന്റെ വജ്ഹിന് വേണ്ടി നസീഹത്ത് ദഅവത്ത് ചെയ്യാനുള്ള ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ പെടുത്തണേ. നൽകുന്ന, ഞങ്ങൾക്ക് വസ്ത്രം നൽകുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് വെള്ളം നൽകുന്ന ഏതെല്ലാം സഹോദരീ സഹോദരങ്ങളുണ്ടോ പടച്ചവനെ അവരെയെല്ലാം നീ സഹായിക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.